മോനോടി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. വന്നാലേ പലർക്കും ഡൗട്ട് അടിക്കും. എനിക്ക് ഇവിടെ കൂടെ സഹായത്തിന് മിസ്റ്റർ ജയൻ ഉണ്ടല്ലോ. എനിക്ക് വയ്യ അങ്ങളെ. 7 മണി ആവുന്നവരെ എനിക്ക് ഒരു സമാധാനമില്ല. ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് വർമ്മ സാറ് അടങ്ങി സമാധാനായിട്ടിരിക്കുകയില്ല. അമ്മയ്ക്ക് തന്നെ അറിയാലോ. അറിയാം, നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് ഇപ്പോഴും എന്റെ അച്ഛൻ പണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോ ചെയ്യാനായി കാണിക്കുന്ന ഊർജവും വീര്യവും തന്നെയാ. പ്രായമായി വരുന്നത് അപകടം ഉണ്ടായതാണെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവില്ല. മോള് വേണം അച്ഛനെ കൂടുതൽ കെയർ ചെയ്യാൻ. ആരോഗ്യ പ്രശ്നം മൂലം അംബിക ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ സ്ഥാനം അംബികയുടെ പിടിപ്പുകേട് കൊണ്ട് ഇല്ലാതായ സ്ഥിതിക്ക് ഇനി വീണ്ടും അദ്ദേഹത്തിന്റെ ഊഴ. ഇടവും വലവും നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം. പ്രതാപേട്ടന്റെ മനസ്സിനും ശരീരത്തിനും അത് ഇരട്ടി ബലം നൽകും. ഉണ്ടാവും അമ്മേ. അമ്മേ, അത് മാത്രല്ല, അമ്മയോട് എനിക്ക് മറ്റൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ മോളെ? അമ്മ, അത് ഞാനേ എന്തരുതു? ഒന്നുമില്ല. അല്ല, മോളെന്തോ സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലമ്മേ. അമ്മ പറയുന്നതിന് മുൻപേ തന്നെ ഞാനും രാജുവും അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതാണോ? ഞാനും ഓർത്തു അമ്മ അറിയാത്ത എന്തെങ്കിലും സർപ്രൈസ് ആയിരിക്കും മോള് പറയാൻ പോകുന്നേന്ന്. അതെ, ഞാനും അത് തന്നെ ആലോചിച്ച. അതൊന്നുമല്ല. എന്ത് സർപ്രൈസ്? ആനന്ദപിള്ള അങ്കിളിനൊന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് കഴിയട്ടെ. മന്ത്രി ആവുന്നതിനോടൊപ്പം മകളെ കെട്ടിച്ചിരുന്ന കാര്യവും അങ്കിളിനോട് പറയണം. മിനിസ്റ്റർ ആയിരിക്കുമ്പോ ഹണിമൂൺ ട്രിപ്പ് വിദേശത്താവാം. 7 മണിയാവാൻ ഇനി 5 മിനിറ്റ് ഉണ്ട്. ഞാൻ പ്രസ് മീറ്റ് നടത്താൻ പോകുന്ന കാര്യം എങ്ങനെ ലീക്കായിട്ടുണ്ട്. എല്ലാരും ഭയങ്കര സസ്പെൻസിലാ. അതെ, അങ്ങനെ നിർത്തണം. മറ്റുള്ളവരെ സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തണം. ജയന് പാർട്ടി നേതാക്കന്മാരിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? പ്രതാപവർമ്മയോടോ, അംബികാവർമ്മയോടോ, അതോ ഈ പാവം എന്നോടോ? ഇതെന്ത് ചോദ്യം ആനന്ദപിള്ള സാറെ ചോദിക്കുന്നത്? പരിചയപ്പെടാൻ ഇത്തിരി വൈകിപ്പോയി എന്നുള്ള ഒറ്റ കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ആനന്ദപിള്ള സാറെന്ന് പറഞ്ഞ ജീവനാ. നിന്നെ പോലത്തെ ഗജ ഫ്രോഡുകളെയാടാ എനിക്കിഷ്ടം. ഏതലവനതി മന്ത്രിയാലെന്താ, എനിക്ക് പിയാണ്. ഫോണ്. ഓ, ദീപക്ക. മോനെ ദീപക്കേ. ആങ്ങളെ, ഈ അവസാന ഘട്ടത്തില് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അതൊന്നും വേണ്ട. മോനോടി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. വന്നാലേ പലർക്കും ഡൗട്ട് അടിക്കും. എനിക്ക് ഇവിടെ കൂടെ സഹായത്തിന് മിസ്റ്റർ ജയൻ ഉണ്ടല്ലോ. എനിക്ക് വയ്യ അങ്ങളെ. 7 മണി ആവുന്നവരെ എനിക്ക് ഒരു സമാധാനമില്ല. എന്താടാ നിന്റെ സമാധാനം നഷ്ടപ്പെടാൻ? അത് എന്താടാ ഒരുമാതിരി ബബ്ബ?
എന്തോ തരികിട ഉണ്ടല്ലോ. അതെ, ഈ സഞ്ജു സാംസന്റെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനാ. ആര്? ക്രിക്കറ്റ് പ്ലെയർ സഞ്ജുവോ? ആ ഇത്രയും വലിയൊരു ക്രിക്കറ്റ് പ്ലെയറുടെ കാര്യം ഓർത്ത് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുപോകുന്ന എന്റെ ഒരു പേടി. ഞാനേ ഒരു രാജസ്ഥാൻ റോയൽസ് ഫാനാ. അയ്യോ ദൈവമേ, സഞ്ജുവിനെ അവര് കൊണ്ടുപോകില്ലേ? അതിന് സഞ്ജുവിനെ ഓൾറെഡി CSK കൊണ്ടുപോയതാണല്ലോ. എന്തോ ഉടായിപ്പുണ്ടല്ലോ. എന്തായിരിക്കും അത്? ആയല്ലോ. ഇവൻ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞത് എന്തോ തട്ടിപ്പാ. ഇതിലെന്തോ ഒരു തരികിടയുണ്ട്. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ KCP എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അനന്തംപിള്ളയുടെ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. പുതിയ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സുപ്രധാന വാർത്ത ആരും തീർത്തും പ്രതീക്ഷിക്കാത്തതായിരിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ ശാശ്വതമായ നന്മയ്ക്കു വേണ്ടി ഇവിടെ അനിവാര്യമായ ഒരു മാറ്റമുണ്ടായേ പറ്റൂ. ഇതാ മാറ്റത്തിന്റെ ഒരു ശങ്കുലി മുഴങ്ങുന്നു. വലിയൊരു കോളിളക്കത്തിന് തിരശീല വീഴുന്നു. KCP രണ്ടായി പിളരുകയാണ്. സംസ്ഥാന പ്രസിഡന്റായ ഞാനും KCPയുടെ 38 MLA-മാരും മറ്റ് സംസ്ഥാന നേതാക്കളും ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. അനിവാര്യമായ ഈ കൂട്ടരാജിയിലേക്കും പാർട്ടി പുലർക്കുന്നതിലേക്കും ഞങ്ങളെ പ്രേരിപ്പിച്ചത് പ്രതാപവർമ്മയുടെ കുടുംബവാഴ്ചയും രാഷ്ട്രീയ ഏകാധിപത്യവും ആണ്. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും ആശയങ്ങൾക്കും വിപരീതമായ ചില പാർട്ടി നേതാക്കളുടെ തീരുമാനങ്ങളുമാണ് ഞങ്ങളെ ഈ രാജിയിലേക്ക് നയിച്ചത്. പ്രതാപവർമ്മയുടെ കുടുംബവാഴ്ചയിൽ പ്രതിഷേധിച്ചാണ് ഈ കൂട്ടരാജി. KCP പിളർന്നു. പ്രതാപവർമ്മയുടെ കുടുംബവാഴ്ച. അനന്തംപിള്ളയും 38 MLA-മാരും അനവധി സംസ്ഥാന നേതാക്കളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു.